ഈയിടെയായി സോഷ്യൽ മീഡിയകളിൽ വളരെ അരോചകരമായി തോന്നിയ ഒരു അവിഹിത കഥയുണ്ട്. അതായത് ഫസ്മിന ഷിബിലിക്കെതിരെ പറയുന്നത്. പൊതുവെ ഇത്തരത്തിലുള്ള യൂട്യൂബേഴ്സ്, അത് വീഡിയോ ചെയ്യുന്ന ആളുകൾ അവരുടെയൊക്കെ ഒരു വ്യൂവേഴ്സ് കുറയുന്ന സമയത്ത് എടുത്തിടുന്ന ഒന്നാണ് അവിഹിതം. അതുപോലെ തന്നെ അവരുടെ ഫാമിലി പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കൊടുത്തിടും. ആ സമയത്ത് അവർക്ക് ഒരുപാട് മില്യൺ കണക്കിന് വ്യൂവേഴ്സ് കിട്ടും. അവരുടെ മാസ വരുമാനം വളരെ അധികമായിരിക്കും. ഈ ഒരു പ്രശ്നം കഴിഞ്ഞ് 2 മാസം 1 മാസത്തിനുള്ളിൽ അവർ ടൈപ്പ് ആകും. അതിൻ്റെ ഉള്ളിൽ തന്നെ അവർക്ക് ഒരുപാട് വരുമാനം വന്ന് അവർ പുതിയ വീട് എടുക്കുന്നു, കാർ എടുക്കുന്നു, പുതിയ ട്രിപ്പ് പോകുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യും. അപ്പോൾ പൊതുവെ നമുക്ക് മലയാളികളുടെ ഒരു കാര്യം മനസ്സിലാക്കിയാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ അവർ അവതരിപ്പിക്കുന്നത്. ആ സമയത്ത് അവർക്ക് ഒരുപാട് വ്യൂവേഴ്സ് വരും. കാരണം ഇത്തരത്തിലുള്ള വീഡിയോസ് കാണാൻ പൊതുവെ പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ കാണുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഏകദേശം ചില വീഡിയോസിനൊക്കെ 50K 1 ലക്ഷം വരെ ലൈക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, അത്ര ലൈക്ക് വരണമെങ്കിൽ എത്ര മില്യൺ വ്യൂവേഴ്സ് വന്നിട്ടുണ്ടാവുന്നുള്ളത്. അപ്പോൾ ഈ പ്രേക്ഷകർ പിന്നെ അതിനെതിരെ അവരെ സപ്പോർട്ട് ചെയ്തിട്ടും ഹെയ്റ്റ് ചെയ്തിട്ടും കമന്റ് ഇടാനൊക്കെ പോയി നിങ്ങളുടെ നല്ല സമയം ഇത്തരത്തിലുള്ള അവിഹിത കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനാണ് നിങ്ങൾ മാറ്റിവെക്കുന്നത്? എവിടെയാണ് ഇവരൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്ത് ഇൻഫ്ലുവൻസാണ് ചെയ്യുന്നത്? ഇതുപോലത്തെ അവിഹിത കഥകൾ വന്ന് സോഷ്യൽ മീഡിയയിൽ പറയാൻ വേണ്ടിയിട്ടുള്ള ഇൻഫ്ലുവൻസ് ആണ് നിങ്ങൾക്ക് തരുന്നത്. ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ മാക്സിമം നിങ്ങൾ ഒഴിവാക്കി നിർത്തുക. പിന്നെ ഇവർ പലപ്പോഴും നമ്മളെ മലയാളികളുടെ ചില താല്പര്യങ്ങളെ വിറ്റ് പണം ഉണ്ടാക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസിനെ എന്തിനാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്? ഒരു ക്വാളിറ്റി ഞാൻ ഇവരിൽ കണ്ടിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായം കമന്റ്സിലൂടെ കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ ഫോളോ ചെയ്യും.